ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നമ്മുടെ മധുരക്കിഴങ്ങിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടായിരിക്കുകയാണ്. ഒന്നല്ല, കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അത് കിളച്ചെടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നടുന്ന വീഡിയോ ഇട്ടപ്പം എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു അതിപ്പോൾ എന്തായി എങ്ങനായി എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൽ ഒന്നും ആയിട്ടില്ല എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. അതായത് മണ്ണൊക്കെ എടുത്തിട്ട് കൊടുക്കണമല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടുമ്പോൾ. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് ഇതിലൊന്നും ആയിട്ടില്ല എന്നാണ്. പക്ഷേ ഈ സാറ്റർഡേ ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങി നോക്കിയപ്പം മുകളിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അവിടെ ഒന്ന് കുഴിച്ച് നോക്കിയപ്പോൾ നേരത്തെ കണ്ട ആ സംഭവം കിട്ടി. അപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയപ്പം അവിടെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കിഴങ്ങുകൾ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് കണ്ടു. അങ്ങനെ കുറച്ച് നോക്കിയപ്പോഴാണ് അവിടെ എല്ലാം കുറച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന സംഭവം ആ വലിയൊരു കിഴങ്ങ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാര്യം നമ്മളാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് വരുമെന്ന്. പിന്നെ നമ്മുടെ വീട്ടിന് ഫ്രണ്ടിൽ തന്നെ നല്ല ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സന്തോഷമുണ്ടല്ലോ. അതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ അമ്മയാണ് മെയിനായിട്ട് ഇത് ഫുൾ നോക്കിയതല്ല. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ കിളയ്ക്കാനോ അങ്ങനെ എടുക്കാനുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു പഴയ വുഡൻ തടിയുടെ ഒരു പഴയ തവി കൊണ്ടാണ് ഞങ്ങൾ മണ്ണൊക്കെ ഇളക്കി നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഇടയ്ക്ക് ഒരു കിഴങ്ങ് പൊട്ടിപ്പോയതിന് ഞാൻ കൈയിട്ട് എടുക്കാൻ നോക്കുവാണ്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് എടുത്തത്. ഇനിയും നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഈ വള്ളി എന്ന് പറയുന്നത് അങ്ങ് താഴെ വരെ നമ്മുടെ ഒരു കൈ നീളത്തിൽ ഞങ്ങൾ കുഴിച്ച് നോക്കി. പക്ഷേ അതിൻ്റെ തണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ആ ബേസ്മെൻറ്റിന് താഴെ എവിടെയോ അതിൻ്റെ ആ ഒരു കിഴങ്ങ് ഉണ്ട്. പക്ഷേ അവിടെ വരെ കുഴിക്കാനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഈ ചെറുതെല്ലാം ഇതിൻ്റെയൊക്കെ സൈഡിലുള്ള ബാക്കി ഭാഗങ്ങൾ ആ മണ്ണിൽ എവിടെയോ ഉണ്ട്. നമ്മൾ എടുക്കുന്ന വഴിക്ക് എങ്ങോട്ടൊക്കെയോ പോയി. ഈ ഒരു വലിയ കിഴങ്ങാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഈ സംഭവം പക്ഷേ 2ആയിട്ടൊക്കെ ഒടിഞ്ഞു പോയി. നമുക്ക് ഇത്ര മാത്രമേ അതിനകത്ത് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയും ഉണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ഇതേപോലെ എടുത്തപ്പം കണ്ടോ, ഞാൻ കാണിക്കുന്നുണ്ട്, പൊട്ടിപ്പോയി. ചിലതൊക്കെ പൊട്ടിയത് നമുക്ക് എടുക്കാൻ പറ്റി, പക്ഷെ ബാക്കിയൊക്കെ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ്. ഇത് ഇത്രയും സക്സസ്ഫുൾ ആയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒന്ന് നട്ടു നോക്കും. ചിലപ്പോൾ ഞങ്ങളുടേതുപോലെ അത് നല്ലപോലെ ഒന്ന് കിളിച്ച് വന്നാലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ പറ്റും. വളരെ നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സംഭവം നമുക്ക് ട്രൈ ചെയ്യാം. അതായത് നമുക്ക് കൺസ്യൂം ചെയ്യാം, ഒരു വിഷമമൊന്നും ഇല്ലാത്ത. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ അടുത്തത് അവിടെ എന്താണ് നടുന്നതെന്നുള്ള സസ്പെൻസിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. ബൈ.